ഹലോ സ്റ്റുഡൻസ്, നമ്മുടെ ഫോർത്ത് മൊഡ്യൂളിലെ സെക്കൻഡ് വീഡിയോ. ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ് ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ തന്നിരുന്നു. പിന്നെ നമ്മൾ ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തിരുന്നു. അതായത് ഇ ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബെൻഡിങ് മൊമെൻറ്റ് എം. ആ ഒരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇ ഐ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്, അത് സ്ലോപ്പ്. വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇ ഐ ഇൻറ്റു വൈ, അതായത് എന്താണ് ഡിഫ്ലക്ഷൻ. അപ്പോൾ അത് കിട്ടിയായിരുന്നു. ആ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സ്, അത് ഡിഫറെൻറ്റ് മെത്തേഡ്സ്, പല ടൈപ്പ് മെത്തേഡുകളുണ്ട് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനായിട്ട്. അതിൽ ആസ് പെർ യുവർ സിലബസ് നിങ്ങൾക്ക് മക്കോളെ മെത്തേഡ് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ നമ്മൾ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനുള്ള മക്കോളെ മെത്തേഡിലേക്ക് പോവാണ്. അപ്പോൾ ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ് ബൈ മക്കോളെ മെത്തേഡ്. അപ്പോൾ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാണ്ട്, അപ്പോൾ പല ടൈപ്പ് ബീമുകൾ തരും, പല ടൈപ്പ് ലോഡിംഗ് ആയിരിക്കും. സിംപ്ലി സപ്പോർട്ടഡ് ആയിരിക്കും, പിന്നെ പോയിന്റ് ലോഡ് ആയിരിക്കും, ഒന്നിൽ കൂടുതൽ പോയിന്റ് ലോഡ് വരും, അല്ലെങ്കിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, പല ടൈപ്പ് ലോഡിംഗ് വരും, അല്ലെങ്കിൽ ക്യാൻഡിലിവർ ആയിരിക്കും. അപ്പോൾ എങ്ങനെ വന്നാലും അതിൻ്റെയൊക്കെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു മെത്തേഡാണ് മക്കോളെ മെത്തേഡ്. വേറെ കുറേ മെത്തേഡ്സ് ഒക്കെ ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് സിലബസിൽ ഈ ഒരു മെത്തേഡ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ മെത്തേഡ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ബീമിൽ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുക. ഡിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. കാരണം ഒരു ബീമിൽ ഒരു പോയിന്റിലൂടെ ആക്ട് ചെയ്യുമ്പോൾ താഴേക്ക് ബെൻഡ് ചെയ്യുമല്ലോ, ബെൻഡ് ചെയ്യും. ആ ബെൻഡ് ചെയ്യുമ്പോൾ ആ മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് താഴേക്ക് ഒരു ആർക്ക് ഷേപ്പിൽ ബെൻഡ് ചെയ്യും. അപ്പോൾ ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് അത് എത്രയാണ് താഴേക്ക് ഡിഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നത്, ആ ഡിസ്റ്റൻസിനാണ് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. വൈ എന്നാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മക്കോളെ മെത്തേഡ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു കേസ് എടുക്കുകയാണ്. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് ലെങ്ത് എൽ ക്യാരിങ് എ പോയിന്റ് ലോഡ് ഡബ്ല്യു അറ്റ് ദ സെൻറ്റർ. അപ്പോൾ ഇതാണ് ബീം എ ബി. അപ്പോൾ ബീം എ ബി അത് സിംപ്ലി സപ്പോർട്ടഡ് ആണ്. അപ്പോൾ എയിലും ബിയിലും സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സപ്പോർട്ട് റിയാക്ഷൻസ് ആർ എ ആൻഡ് ആർ ബി ക്യാരിങ് എ പോയിന്റ് ലോഡ് ഡബ്ല്യു അറ്റ് സെൻറ്റർ. അപ്പോൾ ബീമിൻ്റെ ലെങ്ത് എൽ ആണ്. അപ്പോൾ ഈ പോയിന്റ് ലോഡ് ഡബ്ല്യു എന്ന് പറയുന്നത് ബീമിൻ്റെ സെൻറ്ററിലാണ് ആക്ട് ചെയ്യുന്നത്, മിഡ് പോയിന്റിൽ, അതായത് പോയിന്റ് സിയിൽ. അപ്പോൾ എ സി ഈക്വൽ ടു സി ബി ആയിരിക്കും. അത് രണ്ടും എന്ന് പറയുന്നത് L/2 L/2 ആയിരിക്കും. ഇനി അപ്പോൾ നമ്മൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, ഷിയർ ഫോഴ്സ് ഡയഗ്രം ഒക്കെ വരച്ചതാണ്. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ സെക്ഷനൊക്കെ എടുത്തത് ഓർമ്മയുണ്ടാവും എല്ലാവർക്കും, അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ വീണ്ടും സെക്ഷൻ എടുക്കേണ്ടി വരും. അതായത് നമ്മൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എത്ര പോർഷൻസ് ഉണ്ടോ ഓരോ പോർഷനിലും ഒരു പർട്ടിക്കുലർ പോയിന്റ്, നമ്മളെല്ലാം ലെഫ്റ്റിൽ നിന്നാണ് എടുത്തിരുന്നത്. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് നമ്മൾ എല്ലാ പോർഷനിലും സെക്ഷൻ എടുത്തിട്ട് അവിടത്തേക്ക് ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കുകയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ എത്ര പോർഷൻസ് ഉണ്ടെങ്കിലും നമ്മൾ ലാസ്റ്റ് പോർഷൻ മാത്രം എടുക്കുക. നമ്മൾ എപ്പോഴും സിംപ്ലി സപ്പോർട്ടഡ് ബീം എടുക്കുമ്പോൾ നമ്മളെപ്പോഴും ലെഫ്റ്റ് എൻഡിൽ നിന്നാണ് എടുക്കേണ്ടത്, സെക്ഷൻ എടുക്കേണ്ടത്. അറ്റ് ഡിസ്റ്റൻസ് എക്സ് ഫ്രം എൻഡ് എ, അതായത് ലെഫ്റ്റ് എൻഡ് ഏതാണോ ആ എൻഡിൽ നിന്ന് നമ്മൾ എക്സ് ഡിസ്റ്റൻസിനാണ് സെക്ഷൻ എടുക്കേണ്ടത്. ഇനി ഇവിടെ സെക്ഷൻ എടുക്കേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ ലാസ്റ്റ് പോർഷനിലാണ് സെക്ഷൻ എടുക്കുന്നത്. അപ്പോൾ ഒറ്റ സെക്ഷൻ എടുത്താൽ മതി. എല്ലാ പോർഷനിലും സെക്ഷൻസ് എടുക്കണം എന്നില്ല. അപ്പോൾ ലാസ്റ്റ് ആ പോർഷൻ, ഇവിടെ ലാസ്റ്റ് രണ്ട് പോർഷനേ ഉള്ളൂ, എ സി ആൻഡ് സി ബി എന്നുള്ള രണ്ട് പോർഷൻസേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് സി ബി ആണ് ലാസ്റ്റ് പോർഷൻ. അപ്പോൾ നമുക്ക് ഈ സി ബിയിൽ മാത്രം സെക്ഷൻ എടുത്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ ഇവിടെ സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കണം. അതിനായിട്ട് നമുക്കറിയാം ആർ എ പ്ലസ് ആർ ബി ഇസ് ഈക്വൽ ടു ഡബ്ല്യു ആണ്. പിന്നെ നമ്മൾ ടേക്ക് മൊമെന്റ് അബൌട്ട് എ. മൊമെന്റ് അബൌട്ട് എ എടുക്കുമ്പോൾ ക്ലോക്ക് വൈസ് മൊമെന്റ്, നമ്മളെപ്പോഴും ക്ലോക്ക് വൈസ് മൊമെന്റ് പോസിറ്റീവും ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെന്റ് നെഗറ്റീവും ആണ് എടുക്കുന്നത്. അത് ഈ കേസിൽ. ഇനി നമ്മൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ഒക്കെ വരയ്ക്കുമ്പോൾ ഉള്ള കേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡ് എടുക്കുകയാണെങ്കിൽ ക്ലോക്ക് വൈസ് മൊമെന്റ് പോസിറ്റീവ്, ആൻറ്റി ക്ലോക്ക് വൈസ് നെഗറ്റീവ്. റൈറ്റ് സൈഡ് എടുക്കുകയാണെങ്കിൽ നേരെ തിരിച്ചു വരും, ക്ലോക്ക് വൈസ് നെഗറ്റീവ്, ആൻറ്റി ക്ലോക്ക് വൈസ് പോസിറ്റീവ് വരും. അപ്പോൾ അത് ഓർത്ത് വയ്ക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഇത് നമ്മൾ യൂഷ്വൽ കേസാണ്. നമ്മൾ റിയാക്ഷൻസ് കണ്ടുപിടിക്കാനുള്ള ബെൻഡിങ് മൊമെന്റ് എടുക്കുകയെന്ന് വെച്ചാൽ ക്ലോക്ക് വൈസ് പോസിറ്റീവ്, ആൻറ്റി ക്ലോക്ക് വൈസ് നെഗറ്റീവ് ആണ് എടുക്കുന്നത്. തിരിച്ചെടുത്താലും കുഴപ്പമില്ല, അത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ശരിയായിക്കോളും. അപ്പോൾ ഡബ്ല്യു ഇൻറ്റു, അപ്പോൾ ഇവിടെ ഡബ്ല്യു ഇൻറ്റു L/2 ക്ലോക്ക് വൈസ് മൊമെന്റ്. ഇനി ഇവിടെ ആർ ബി എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. മൈനസ് ആർ ബി ഇൻറ്റു എൽ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ആർ ബി ഇൻറ്റു എൽ ഇസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു L/2. ആർ ബി ഇസ് ഈക്വൽ ടു
W/2. RB W/2 ആണ്. അങ്ങനെയാണെങ്കിൽ RA W/2 തന്നെയായിരിക്കും. കാരണം എന്താണ്, ഈ ലോഡ് ആക്ട് ചെയ്യുന്നത് കറക്റ്റ് സെൻറ്ററിലാണ്. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് രണ്ട് സപ്പോർട്ടിലേക്കും പോകും. Wയുടെ W/2, RA W/2, RB എന്ന് പറയുന്നത് W/2 തന്നെയാണ്. അപ്പോൾ RA RB കിട്ടി. ഇനി അടുത്തത് നമ്മൾ ടേക്ക് എ സെക്ഷൻ XX അറ്റ് എ ഡിസ്റ്റൻസ് അറ്റ് ദ ലാസ്റ്റ് പോർഷൻ. അത് പറഞ്ഞു, ലാസ്റ്റ് പോർഷനിൽ മാത്രമേ നമ്മൾ സെക്ഷൻ എടുക്കാൻ പാടുള്ളൂ. AC എടുക്കേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് CA ആണ്. അപ്പോൾ നമ്മൾ CAയിൽ ഒരു സെക്ഷൻ എടുക്കുക അറ്റ് എ ഡിസ്റ്റൻസ് X ഫ്രം എൻഡ് A. എന്നിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്യാം. അതൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൽ ചെയ്ത പോലെ തന്നെ. അപ്പോൾ ടേക്ക് എ സെക്ഷൻ XX അറ്റ് എ ഡിസ്റ്റൻസ് X ഫ്രം എൻഡ് A. അപ്പോൾ A എന്ന് പറയുന്നതാണ് ഒറിജിൻ. ദെൻ ടേക്ക് മൊമെന്റ് അബൌട്ട് ദ സെക്ഷൻ. കഴിഞ്ഞിട്ട് മൊമെന്റ് അബൌട്ട് സെക്ഷൻ എടുക്കുക. നമ്മളെപ്പോഴും ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, ഡിസ്റ്റൻസ് എടുക്കുന്നുണ്ടെങ്കിൽ, സെക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ മൊമെന്റ് എടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് മാത്രം എടുക്കാം. അപ്പോൾ എടുക്കുമ്പോൾ M is equal to bending moment at section M is equal to RA into X. നോക്കി, ഇവിടെ നിന്ന് എടുക്കുമ്പോൾ നമ്മുടെ സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡ് എടുക്കുമ്പോൾ ക്ലോക്ക് വൈസ് പോസിറ്റീവും ആൻറ്റി ക്ലോക്ക് വൈസ് നെഗറ്റീവും ആണ്. അപ്പോൾ ഇവിടെ ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ RA into X, പിന്നെ ഇത് വരുമ്പോൾ എത്ര വരും, W മൈനസ് ആണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, ഇങ്ങനെയല്ല വരണേ. അപ്പോൾ മൈനസ് W ഇൻറ്റു ഡിസ്റ്റൻസ് എത്രയാണ്, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് X മൈനസ് L/2. അപ്പോൾ M is equal to RA into X മൈനസ് W into X മൈനസ് L/2. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ മെത്തേഡിൽ ചെയ്യുന്ന ഒരു കേസ് എന്ന് വെച്ചാൽ, നമ്മൾ ഓരോ സെക്ഷനെയും ഓരോ പോർഷനെയും നമ്മൾ ഓരോ സെപ്പറേഷൻ കൊടുക്കും. RA into X എന്ന് പറയുന്നത് ആ ഫസ്റ്റ് പോർഷനിൽ വരുന്നതാണ്. A തൊട്ട് C വരെയുള്ള കേസാണ് RA into X. ആൻഡ് മൈനസ് W into X മൈനസ് L/2 എന്ന് പറയുന്നത് സെക്കൻഡ് പോർഷനിൽ വരുന്ന ടൈമാണ്. അപ്പോൾ നമ്മൾ അതിനെ ആ രണ്ട് പോർഷൻസ് കാണിക്കാൻ വേണ്ടി അതിൻ്റെ ഇടയിലൊരു സെപ്പറേറ്റർ വയ്ക്കും. സെപ്പറേറ്റർ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് കാണാം. അപ്പോൾ ഈ പോർഷൻ ഫോർ AC ആൻഡ് ഈ പോർഷൻ ഫോർ CB. അപ്പോൾ സെപ്പറേറ്റ് ദ പോർഷൻസ് ഫോർ AC ആൻഡ് CB, അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് ഈസ് ഈക്വൽ ടു RA into X മൈനസ് W into X മൈനസ് L/2 കിട്ടി. ഇവിടെ അങ്ങനെ സെപ്പറേറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഇവിടെ ഇപ്പം സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചിട്ട്, പിന്നെ ബാക്കി വരുന്ന പ്രവൃത്തിയിലൊന്നും ഞാൻ അത് ഇട്ടിട്ടില്ല. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇട്ട് കാണിക്കുന്ന, അങ്ങനെ സെപ്പറേഷൻ ഇട്ട് കാണിക്കുന്നതാണ് നല്ലത്. നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഡിഫ്ലക്ഷൻ ഇക്വേഷൻ, അതായത് EI into d²y/dx² is equal to എന്താണ്, ബെൻഡിങ് മൊമെന്റ്. അപ്പോൾ നമുക്കിവിടെ ബെൻഡിങ് മൊമെന്റ് ഈ ഇക്വേഷൻ M is equal to ഇത്രയും കിട്ടിയിട്ടുണ്ട്. ബട്ട് M is equal to നമുക്ക് കിട്ടിയിട്ടുണ്ട്, M എന്ന് പറയുന്നത് എന്താണ്, ബെൻഡിങ് മൊമെന്റ് is equal to EI into d²y/dx² എന്നറിയാം. അപ്പോൾ ഇവിടെ M ന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ EI into d²y/dx² is equal to RA into X മൈനസ് W into X മൈനസ് L/2. ഇനി നമ്മൾ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ, ഇൻറ്റഗ്രേറ്റ് ദ എബോവ് ഇക്വേഷൻ. അപ്പോൾ തമോളി തന്നിരിക്കുന്ന ഇക്വേഷനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, EI എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് പുറത്തേക്ക് എടുക്കുക. d²y/dx², അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ dy/dx ആവും. ഇനി RA into X, അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ RA into X²/2 ആവും. പിന്നെ മൈനസ് W into X മൈനസ് L/2, അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യണം, ഇവിടെ ഒരു കേസ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ബ്രാക്കറ്റ് കളയാൻ പാടില്ല. ഈ ബ്രാക്കറ്റിനെ അങ്ങനെ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അത് ഈ മെത്തേഡിൻ്റെ ഒരു റൂളാണത്. അതായത് നമ്മൾ ഈ ബ്രാക്കറ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് W കൊണ്ട് ഈ ബ്രാക്കറ്റിനെ മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്തിട്ടല്ല ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അതൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ബ്രാക്കറ്റിനെ അങ്ങനെ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അതായത് ഇതിപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതായത് ഇപ്പോൾ W കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ ഈ ടേമിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ X²/2 മൈനസ് L/2 X, അങ്ങനെ അല്ല ശരിക്കും ചെയ്യേണ്ടത്. അത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. പകരം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ബ്രാക്കറ്റിൽ ഒറ്റ ടേമാക്കി എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യണം. X മൈനസ് L/2 2/2. ഈ ബ്രാക്കറ്റ് എന്നുള്ള ടേം ഒറ്റ ടേമാക്കി എടുത്തിട്ട് അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ആ ബ്രാക്കറ്റിനെ ഒന്നിച്ചാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്, അല്ലാണ്ട് സെപ്പറേറ്റ് എടുത്തിട്ടല്ല. അപ്പോൾ ഇതുപോലെ ചെയ്യാം. പ്ലസ് C1 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ. ഇപ്പോൾ dy/dx എന്ന് പറയുന്നത് സ്ലോപ്പാണ്. അപ്പോൾ ഈ ഇക്വേഷൻ സ്ലോപ്പിൻ്റെ ഇക്വേഷനാണ്. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇവിടെ അറ്റ് സ്ലോപ്പാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്ലോപ്പ് എന്ന് പറയുന്നത്
എയിലും എയിലും ബിയിലും സ്ലോപ്പ് ഉണ്ടാവില്ല. കാരണം ഇവിടെ സപ്പോർട്ട് അല്ല, ഇവിടെ എയിലും ബിയിലും സ്ലോപ്പ് ഉണ്ട്. സ്ലോപ്പ് പോസിറ്റീവ് വാല്യൂ ആണ്. ഇങ്ങനെയുള്ള ബെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സ്ലോപ്പ് ഉണ്ട്, ഇവിടെ സ്ലോപ്പ് ഉണ്ട്. ഇനി ഇത് ബെൻഡ് ചെയ്ത് ഇവിടെ വരുമ്പോൾ, സെൻറ്ററിൽ വരുമ്പോൾ അപ്രോക്സിമേറ്റ്ലി അത് സ്ട്രെയിറ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ സ്ലോപ്പ് 0 ആയിരിക്കും. അപ്പോൾ അറ്റ് എക്സ് L/2. അപ്പോൾ നമുക്ക് ഈ കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ C1ൻ്റെ വാല്യൂ കിട്ടണം. അത് കിട്ടാനായിട്ടാണ് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കുന്നത്. ആ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് അറ്റ് എക്സ് L/2, അതായത് അറ്റ് സെൻറ്ററിൽ വരുമ്പോൾ സ്ലോപ്പ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഈക്വേഷനിൽ dy/dx 0, dy/dx എന്ന് പറയുന്നത് സ്ലോപ്പാണ്. അപ്പോൾ അത് നമ്മൾ എക്സിൻ്റെ വാല്യൂ L/2 കൊടുക്കാൻ പോകണം. L/2 കൊടുക്കുമ്പോൾ എക്സ് L/2 വരുമ്പോൾ, അതായത് സെൻറ്ററിൽ വരുമ്പോൾ dy/dx സ്ലോപ്പ് 0 ആണ്. ദാറ്റ് ഈസ് 0 = RA ഇൻറ്റു x²/2ന് പകരം x L/2 കൊടുക്കുക. ദെൻ മൈനസ് w ഇൻറ്റു ഇവിടെ x L/2 എന്നുള്ള ടേം കൊടുക്കും. ഇവിടെ ഈ ടേം 0 വരും. ഈക്വൽ ടു 0 RA ഇൻറ്റു L²/8. പിന്നെ ഈ ടേം 0 വന്നു. ഇവിടെ L/2 മൈനസ് L/2 ആണ്, അപ്പോൾ 0 വന്നു. പ്ലസ് C1 ഈക്വൽ ടു 0. അതിൽ നിന്ന് C1 മൈനസ് RA ഇൻറ്റു L²/8 കിട്ടും. അതായത് മൈനസ് RA എന്നുള്ളത് നമുക്ക് W/2 കിട്ടിയിട്ടുണ്ട്. അപ്പം RAയുടെ വാല്യൂ സപ്പോർട്ട് റിയാക്ഷൻ അറ്റ് A അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം മൈനസ് W/2 ഇൻറ്റു L²/8, അതായത് മൈനസ് W L²/16. അതാണ് C1ൻ്റെ വാല്യൂ. അപ്പോൾ C1ൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. അത് നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആ ഇക്വേഷൻ എന്തായിട്ട് മാറും? EI ഇൻറ്റു dy/dx W/2 ഇൻറ്റു x² മൈനസ് W ഇൻറ്റു 1/2 ഇൻറ്റു എക്സ് മൈനസ് L/2 ഹോൾ സ്ക്വയർ മൈനസ് ഇവിടെ C1ൻ്റെ വാല്യൂ പ്ലസ് C1 ആണ്. അപ്പോൾ C1 എന്ന് പറയുന്നത് മൈനസ് W L²/16. അപ്പോൾ മൈനസ് W L²/16. ഇനി ഇതിനെ വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇതിനെ വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്തായിരിക്കും? EI ഇൻറ്റു dy/dxനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y വരും. y ഈക്വൽ ടു ഇവിടെ W/2 ഉണ്ട്, പിന്നെ x²/2 ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x³ വരും. അപ്പോൾ x³ / 2 × 3. ഇനി ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ W ഇൻറ്റു 1/2 ഇൻറ്റു ഈ ബ്രാക്കറ്റ് അങ്ങനെ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ എത്ര വരും? x മൈനസ് L/2 ഹോൾ ക്യൂബ് ബൈ 3 വരും. മൈനസ് ഇവിടെ W L²/16 ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? W L²/16 ഇൻറ്റു എക്സ് വരും പ്ലസ് C2 എന്ന് പറയുന്നത് അടുത്ത കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് ഒന്നുകൂടി എഴുതിയിട്ടുണ്ട്. EI ഇൻറ്റു y = W ഇൻറ്റു x³ / 12 മൈനസ് W ഇൻറ്റു എക്സ് മൈനസ് L/2 ഹോൾ ക്യൂബ് ബൈ 6 മൈനസ് W L²/16 എക്സ് പ്ലസ് C2. ഇനി നമുക്ക് C2 കണ്ടുപിടിക്കണം. C2 എന്നുള്ള കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ അത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഡിഫ്ലക്ഷൻ 0 വരുന്നത് എവിടെയാണ്? മാക്സിമം ഡിഫ്ലക്ഷൻ, അതായത് മാക്സിമം ബെൻഡ് ചെയ്യുന്നത് എവിടെയായിരിക്കും? സെൻറ്ററിലാണ്. ഡിഫ്ലക്ഷൻ അറ്റ് സപ്പോർട്ടിൽ എന്തായാലും ഡിഫ്ലക്ഷൻ ഉണ്ടാവില്ല, അവിടെ സപ്പോർട്ട് ചെയ്തേക്കല് എയിലും ബിയിലും. അപ്പോൾ അറ്റ് എക്സ് = 0, അതായത് എൻഡ് A, y = 0. അപ്പോൾ എക്സ് = 0 വരുമ്പോൾ, അതായത് എക്സ് 0 വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ എൻഡ് A എന്നാണ് തുടങ്ങിയത് എക്സ്. അപ്പോൾ എക്സ് 0 വരുമ്പോൾ അറ്റ് എൻഡ് A എന്ന് പറയുന്നത് സപ്പോർട്ടാണ്. ദെൻ y = 0. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ ഈ ഇത് കൊടുക്കുക. W ഇൻറ്റു ഇവിടെ 0 വരും, പിന്നെ മൈനസ് ഇപ്പോൾ ഈ ടേം എടുക്കുക. W x³ / 12 ഇവിടെ 0 വരും, പിന്നെ അടുത്തത് മൈനസ് W ഇൻറ്റു എക്സ് മൈനസ് L/2 ഹോൾ ക്യൂബ് ബൈ 16. ഇവിടെ കൊടുക്കുമ്പോൾ എക്സ് കൊടുക്കുമ്പോൾ ഇവിടെ ഈ ടേം 0 ആണ്. ഇവിടെ 32 അല്ല 16 ആണ് ശരിക്കും വരേണ്ടിയിരുന്നത്. എന്തായാലും ആ ടേം 0 ആവും. എക്സ് 0 കൊടുക്കുമ്പോൾ ആ ടേം ഇവിടെ 0 ആവും. പിന്നെ വരേണ്ടത് ഇത്. ഈ ടേമിനകത്ത് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ അടുത്ത നമ്മുടെ ഈ മക്കോളെ മെത്തേഡിൽ വരുന്ന അടുത്ത റൂളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. എക്സ് മൈനസ് L/2 ഇവിടെ എക്സ് 0 കൊടുക്കുമ്പോൾ ബ്രാക്കറ്റിനകത്ത് നെഗറ്റീവ് ടേം വരും. അപ്പോൾ നെഗറ്റീവ് ടേം വരാൻ പാടില്ല ശരിക്കും ഈ മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബ്രാക്കറ്റിനകത്ത് നെഗറ്റീവ് ടേം വന്നു കഴിഞ്ഞാൽ ആ ടേം നമ്മൾ നെഗ്ലക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ എക്സ് 0 കൊടുക്കുമ്പോൾ മൈനസ് L/2 ആണ് ബ്രാക്കറ്റിനകത്ത് കിട്ടുന്നത്. അപ്പോൾ മൈനസ് ടേം വന്നു. അപ്പോൾ നമ്മൾ ഈ ടേം മൊത്തം ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമ്മൾ ആ ടേം നെഗ്ലക്ട് ചെയ്തു. അപ്പോൾ 0 കൊടുത്തിട്ടുണ്ട്.
ഇനി അടുത്തത് WL²/16x. ഇവിടെ x 0 കൊടുക്കുമ്പോൾ ആ ടേം 0 ആയി. പ്ലസ് ഇനി ഇവിടെ C2 മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാ ടേമും 0 ആയി. therefore C2 is 0. അപ്പോൾ നമ്മൾ ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷനിൽ C2 0 കൊടുക്കുക. അപ്പം നമ്മളെ ഇക്വേഷൻ എന്തായി? ഡിഫ്ലക്ഷൻ്റെ EI × Y = WX³/12 minus W/6 × x minus L/2 whole cube minus WL²/16x plus 0. ഇനി നമുക്ക് മാക്സിമം ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കണം. ഡിഫ്ലക്ഷൻ എവിടെയാണ് മാക്സിമം എന്നുള്ളത് നമുക്കറിയാം. അതായത് ആ ബീമിൻ്റെ കിടപ്പ് കണ്ടാലും അറിയാം. അത് സെൻറ്ററിൽ മിഡ് പോയിന്റിലൂടെ താഴേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് മാക്സിമം ഡിഫ്ലക്ട് ചെയ്യുന്ന സെൻറ്ററിലായിരിക്കും. therefore deflection is maximum at the center, that is under the load, that is at x = L/2. എക്സിൻ്റെ വാല്യൂ L/2 വരുന്നിടത്താണ് ഡിഫ്ലക്ഷൻ മാക്സിമം വരുന്നത്. അപ്പം മാക്സിമം ഡിഫ്ലക്ഷൻ എത്ര വരുന്നത് കണ്ടുപിടിക്കാനായിട്ട് പോയിന്റ് സി ആണ് സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫ്ലക്ഷൻ മാക്സിമം വരുന്നത് പോയിന്റ് സി ആയിരിക്കും. therefore ആ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് YC. അപ്പോൾ x = L/2 കൊടുക്കുക ഇക്വേഷനിൽ. അപ്പോൾ ഡിഫ്ലക്ഷൻ ഇക്വേഷനിൽ x = L/2 കൊടുക്കുമ്പോൾ we get the deflection at point C. therefore EI × YC = YC എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ അറ്റ് C, അതായത് മാക്സിമം ഡിഫ്ലക്ഷൻ. അപ്പോൾ നമ്മൾ ആ ഇക്വേഷനിൽ W/12 × x എന്ന് പറയുന്നത് L/2 കൊടുക്കുക. ഇവിടെ L/2 കൊടുക്കുക, ഇവിടെ L/2 കൊടുക്കുക, ദെൻ ഇവിടെ L/2 കൊടുക്കുക. ഇതെല്ലാം സിംപ്ലിഫൈ ചെയ്യാം. L/2 കൊടുത്ത് ഇവിടെ L/3 അല്ല, ഇവിടെ L/2 ആണ്. അപ്പോൾ ഈ ടേം 0 വരും. ദെൻ EI ഇപ്പോൾ ഈ രണ്ട് ടേമേ ഉള്ളൂ ബാക്കി. അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ 96 ആൻഡ് 32, ഇതിൻ്റെ LCM എന്ന് പറയുന്നത് 96 ആണ്. അപ്പോൾ 96 LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡ് ബൈ 96, അതായത് LCM. അപ്പോൾ കിട്ടുന്നത് -WL³/48, അതായത് EI × YC = -WL³/48. therefore YC = -WL³/48 EI. അപ്പോൾ ഇതാണ് നമുക്ക് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. അപ്പോൾ നമുക്ക് മാക്സിമം ഡിഫ്ലക്ഷൻ കിട്ടി. ഇനി സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷൻ ഫോർ സ്ലോപ്പ് അറ്റ് എനി സെക്ഷൻ, അതായത് സ്ലോപ്പിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് EI × dy/dx. ഇതാണ് നമ്മൾ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയ ഇക്വേഷനിൽ C1 ഉണ്ടായിരുന്നു. നമുക്ക് ബൗണ്ടറി കണ്ടീഷൻ കൊടുത്ത് C1ൻ്റെ വാല്യൂ കിട്ടി. അതിൻ്റെ C1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കിട്ടിയ ഇക്വേഷനാണ് ഇത്. ഇതാണ് സ്ലോപ്പിൻ്റെ ഇക്വേഷൻ. dy/dx എന്ന് പറയുന്നത് സ്ലോപ്പ്. അപ്പോൾ സ്ലോപ്പ് അറ്റ് A എന്ന് പറയുന്നത് സ്ലോപ്പ് അറ്റ് B ആയിരിക്കും. കാരണം കറക്റ്റ് സെൻറ്ററിലാണ് ലോഡ് വരുന്നതുകൊണ്ട് ഡിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എയിലും ബിയിലും സ്ലോപ്പ് ഇൻക്ലിനേഷൻ ഈക്വൽ ആയിരിക്കും. θ A എന്ന് പറയുന്നത് സ്ലോപ്പ് അറ്റ് A, θ B എന്ന് പറയുന്നത് സ്ലോപ്പ് അറ്റ് B. അപ്പോൾ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് മാക്സിമം സ്ലോപ്പ് വരുന്നത് ശരിക്കും എയിലും ബിയിലുമാണ്. അപ്പോൾ എയിലെ സ്ലോപ്പ് അറ്റ് A എന്ന് പറയുന്നത് ഈ ഇക്വേഷനിൽ x 0 കൊടുത്താൽ മതി. x 0 വരുമ്പോൾ എന്താണ് സ്ലോപ്പ് അറ്റ് A കിട്ടും. അപ്പോൾ EI × ഈ dy/dx എന്ന് പറയുന്നത് θ A = അപ്പോൾ x എല്ലാം എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ θ അറ്റ് A, അതായത് സ്ലോപ്പ് അറ്റ് A = EI × θ A = -WL²/16 കിട്ടും. then θ A = -WL²/16 EI എന്ന് കിട്ടും സ്ലോപ്പ്. അപ്പോൾ സ്ലോപ്പ് അറ്റ് A = സ്ലോപ്പ് അറ്റ് B, that is θ A = θ B = -WL²/16 EI.